എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും സർവേശ്വരൻ അകമഴിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഇന്ന് 1201 ആണ്ട് കുംഭമാസം 24 തീയതി. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് എല്ലാവർക്കും. 8/3/26. ഇന്ന് നമ്മൾ എല്ലാവരും അവധി ആഘോഷിക്കുന്ന ദിവസമാണ്. നമ്മൾ റിലാക്സ് ചെയ്യുന്ന ദിവസമാണ്. ഇന്ന് മിക്കവാറും രാശിക്കാർക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഉള്ള ദിവസമാണ്. മനസ്സന്തോഷമുണ്ടാകുവാനുള്ള ദിവസവുമാണ്. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക കാലം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കൂറുകാർ പ്രത്യേകിച്ച് ഏഴരശനി കാലമായതുകൊണ്ട് സൂര്യ നമസ്കാരമോ അല്ലെങ്കിൽ ആദിത്യ പൊങ്കാലയോ ഇടുന്നത് അവർക്ക് അഭിവൃദ്ധിക്കും ആരോഗ്യത്തിനും വളരെയധികം ഗുണപ്രദമായിരിക്കും. ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും പുതിയ ചർച്ചകളിൽ ഏർപ്പെടുകയും അത് വിജയിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ദൂരയാത്രയ്ക്ക് സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നു. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസമായിരിക്കും. പങ്കാളിക്ക് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇന്നത്തെ ദിവസം ഇടവക്കൂറുകാർക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്ന ദിവസമായിരിക്കും. കമിതാക്കൾക്ക് അനുയോജ്യമായ തീരുമാനം ഗ്രഹാന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്ന ദിവസമായിരിക്കും. അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. കൂടാതെ അനുയോജ്യമായ പങ്കാളികളെ കണ്ടെത്തുവാനും വിവാഹം തീരുമാനിക്കാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന്. യുവാക്കൾക്ക് ഏറ്റവും സന്തോഷപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദ്യോഗലബ്ധിക്ക് സാധ്യത തെളിഞ്ഞു വരുന്നു എന്നുള്ള സന്ദേശങ്ങൾ ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. വിദേശത്ത് പോകാൻ ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഇന്ന്. അതുകൂടാതെ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ധനസഹായമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതിക്കുള്ള വഴി തെളിഞ്ഞു വരികയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്തുന്നവർക്ക് അത്ര അനുകൂലമായ ദിവസം ആയിരിക്കില്ല. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ആലസ്യം മൂലം സാധിക്കാതെ വരികയും പിന്നീട് മനക്ലേശം ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. ആഹാരത്തിൽ ഉണ്ടാകുന്ന ചില പിഴവ് മൂലം ആരോഗ്യസ്ഥിതി അത് ബാധിച്ചേക്കാം. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർക്ക് സൗഭാഗ്യം വരുന്നത് കണ്ട് സന്തോഷിക്കുവാൻ സാധ്യതയുണ്ട്. മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് പരാജയമുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മത്സരബുദ്ധി ഒന്നിനും തന്നെ നല്ലതല്ല. ഗ്രഹാന്തരീക്ഷത്തിൽ ചില കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാനും ബന്ധുജനങ്ങളുമായി കലഹിക്കുവാനും സ്ത്രീകൾക്ക് സാധ്യത കൂടുതലുള്ളതിനാൽ ആത്മസംയമനം പാലിക്കുക. ഇതോടുകൂടി വിവാഹബന്ധം തന്നെ ഉലച്ചിൽ വരുന്ന രീതിയിലുള്ള ചില സംഭാഷണങ്ങൾ ഇന്ന് നടക്കുവാനായി സാധ്യതയുണ്ട്. അടുത്തായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ്. ദൂരയാത്രയ്ക്ക് സാധ്യതയുള്ള ദിവസമാണ്. പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കുവാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. ചില അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. തെന്നി വീഴുവാനോ അതുപോലെ കാലിൽ സ്പ്രെയിൻ വരുവാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. വിവാഹ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹം നിശ്ചയം വരെ തീരുമാനിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ഇന്ന് മനസ്സിന് സമാധാനം വരുന്ന പല കാര്യങ്ങളും ഉച്ചയോടുകൂടി സംഭവിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്തരം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആരോഗ്യപ്രദമായ പല കാര്യങ്ങളിൽ ഏർപ്പെടുവാനും അതേപോലെ ആയുസ്സിന് വേണ്ടി ഉതകുന്ന രീതിയിലുള്ള കായികമായ എക്സർസൈസുകൾ ജോയിൻ ചെയ്യുവാനും പുതിയ ചികിത്സാ രീതികൾ പ്രകൃതി ചികിത്സയിലൊക്കെ മുഴുകുവാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുവാനും പ്രകൃതിയിൽ നിന്ന് ഉള്ള എനർജി സ്വീകരിക്കാനും ഒക്കെയുള്ള യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. വിദേശീയനുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വിദേശ നാണ്യം ലഭിക്കുവാനും അതുപോലെ ലാഭം ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്
ഉത്രമുക്കാല, അത്തം, ചിത്തിരേര ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ പല പ്രതീക്ഷകളും നിഷ്ഫലമാകുന്നതും അനുഭവപ്പെട്ടേക്കാം. എന്നാൽ വൈകുന്നേരത്തോടു കൂടി ചിലരുടെ സഹായം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി സമാപിക്കും എന്ന് വിശ്വസിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇന്ന് ആഘോഷം നടത്തുന്ന കൂട്ടർക്ക് ഇന്നത്തെ ദിവസം ചില സാമ്പത്തികമായ പ്രതിസന്ധികൾ നേരിടുവാനും മോഷണം മൂലം മനപ്രയാസമുണ്ടാകുവാനും മോഷ്ടിക്കപ്പെടുവാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കാര്യങ്ങളെല്ലാം വളരെ നന്നായി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. തസ്കര ഭയം ഒഴിവാക്കാൻ സാധിക്കുകയില്ല. വീടുകൾ നല്ലവണ്ണം പൂട്ടി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോകേണ്ടതാണ്. ചില ധനനഷ്ടത്തിനോ അല്ലെങ്കിൽ ആഭരണങ്ങൾ നഷ്ടപ്പെടുവാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന് ഈശ്വര പ്രാർത്ഥനയോടുകൂടി കരുതലോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കൂടുതലായും കാണുന്നത്. എന്നാൽ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. തസ്കര ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഷോപ്പുകൾ നടത്തുന്നവർ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന് ഗ്രഹം മോടി പിടിപ്പിക്കുന്നവർക്കും അതുപോലെ ഗ്രഹത്തിൽ അഴിച്ചുപണികൾ നടത്തുന്നവർക്കും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും ഇന്നത്തെ ദിവസം തസ്കര ഭയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. വളരെ ശ്രദ്ധിക്കുക. ക്ഷേത്ര ദർശനത്തിന് സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. ബന്ധുജനങ്ങളുമായി കൂടിയാലോചിച്ച് പല നല്ല കാര്യങ്ങളും തീരുമാനിക്കാൻ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലാനിജം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അനുയോജ്യമായ പല അനുഭവങ്ങളും വന്നു ചേരാം. ആരോഗ്യപരമായ ചില കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് പല ചികിത്സാ രീതികളും സ്വീകരിക്കുക മൂലം അസുഖങ്ങൾക്ക് ശമനം ലഭിക്കുവാനായിട്ട് സാധ്യത കാണുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല ദിവസമായിരിക്കുമെന്ന്. അനുകൂലമായ ശമ്പള വർധനവോ അല്ലെങ്കിൽ സ്ഥലമാറ്റമോ ഒക്കെ ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. മാതാപിതാക്കളുമായി കൂടിച്ചേർന്നാലോചിച്ച് പല നല്ല കാര്യങ്ങളും തീരുമാനിക്കാൻ സാധ്യതയുണ്ട്. വസ്തുവകകൾ വാങ്ങാനോ വിൽക്കാനോ ശ്രമിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകളുണ്ടാകുന്ന ദിവസമാണ്. ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കേണ്ട ഒരു ദിവസമാണെങ്കിൽ കൂടിയും സന്താനങ്ങളുമായി കൂടിയാലോചിച്ച് പല നല്ല കാര്യങ്ങളും ചെയ്യുവാൻ സാധ്യതയുണ്ട്. തിരക്കേറിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. വരുമാനം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദേശീയരുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, വിദേശത്ത് കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുന്നവർക്ക് തടസ്സം കൂടാതെ കാര്യങ്ങൾ മുൻപോട്ട് പോകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ സുഹൃത്തുക്കൾ വരികയും സുഹൃത്തുക്കളുടെ സന്ദർശനം മൂലം സന്തോഷമുണ്ടാവുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. വലിയ സ്ഥാനത്തേക്ക് ക്ഷണം ലഭിക്കുവാനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങൾക്ക് നല്ല ഒരു ദിവസമായിരിക്കും. സന്താനങ്ങളുടെ അഭിവൃദ്ധി കണ്ട് സമാധാനം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാട, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം സന്തോഷപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കുവാനും ഉല്ലാസ യാത്രയ്ക്ക് ഒരുങ്ങുവാനും ലോകമെമ്പാടും സഞ്ചരിക്കുവാനും ഒക്കെ ഉള്ള ഒരു അവസരം തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. ഏതെങ്കിലും രീതിയിലുള്ള മേഖലകളിൽ പ്രസ്ഥാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാവുകയും വിമർശനങ്ങൾക്ക് പാത്രീഭവിച്ചിരിക്കുന്നവർക്ക് ആശ്വാസകരമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും വൈദിക വൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമൊക്കെ വളരെയധികം അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൊരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകളുണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ ധനനഷ്ടത്തിന് സാധ്യതയുള്ളതുകൊണ്ട് ധനപരമായ യാതൊരു കാര്യവും തീരുമാനിക്കാൻ ഇന്നത്തെ ദിവസം അനുകൂലമല്ല. കടം കൊടുക്കുന്നത് വലിയ അപകടകരമായൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേക്കാം. കേസിനും വഴക്കിനുമൊക്കെ സാധ്യതയുണ്ട്. സാമ്പത്തികമായി സഹായം ചെയ്യാൻ തുനിഞ്ഞിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ആ കാര്യത്തിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ദൂരയാത്രയ്ക്ക് സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികൾക്ക്
വളരെയധികം ഭാഗ്യം വരുന്നതുകൊണ്ട് സന്തോഷിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ ആരുടെയെങ്കിലും ആഗ്രഹിച്ചിരുന്ന വിവാഹം നിശ്ചയിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. അതിൽ പങ്കെടുക്കുവാനും ആഘോഷങ്ങൾ പങ്കെടുത്ത് സന്തോഷിക്കുവാനും സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർ പരിഭവിക്കുകയോ പിണങ്ങുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് സംസാരത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. സംസാരത്തിൽ വരുന്ന പിഴവ് മൂലം ചില വഴക്കുകൾ കലഹങ്ങളൊക്കെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതികാല, ഉത്തിട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം സന്തോഷം വരുന്ന പല കാര്യങ്ങളും നടക്കുവാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷകളെല്ലാം സഫലീകരിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ഏറ്റവും അനുയോജ്യമായ തീരുമാനങ്ങൾ സ്വന്തം ജീവിതത്തിലെടുക്കാൻ സാധ്യതയുണ്ട്. വസ്തു വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്നവർക്ക് അത് സുഗമമായി നടക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില സാമൂഹ്യ വിരുദ്ധരുമായി സംഘട്ടനമുണ്ടാവുകയും അവരിൽ നിന്ന് വളരെയധികം മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം പൊതു സ്ഥലത്തുള്ള സന്ദർശനമോ പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നതോ നിർത്തിവെക്കുന്നത് നന്നായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. സാമൂഹികമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ കാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ ഇന്നത്തെ ദിവസം വളരെ നല്ല ഒരു ദിവസമായിരിക്കും. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. കച്ചവട സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു മാനസികമായ സന്തോഷം അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പലചരക്ക് കച്ചവടം നടത്തുന്നവർക്ക്, ഹോൾസെയിൽ നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിട്ട് കാണുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ അകമഴിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.